നിങ്ങളിൽ എത്ര പേര് വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഉണ്ടല്ലോ, ഞാൻ എപ്പോഴൊക്കെ ഹനുമാൻ ചാലീസ ചൊല്ലിയാലും അപ്പോഴൊക്കെ ഇവിടെ കുറേ കുരങ്ങന്മാർ വരും. നിങ്ങളോർക്കും ഞാൻ ഭയങ്കര എക്സാജുറേറ്റ് ചെയ്ത് പറയുന്നതാണ്. പക്ഷേ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും ഞാൻ ഭയങ്കര ഹനുമാൻ സ്വാമിയുടെ ഭക്തയാണ്. പിന്നെ ഈ വരുന്നതിൽ കുഞ്ഞതും പീക്കിരിയും വലുതും അമ്മയും അച്ഛനും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്കൊരു പേടിയുണ്ട്, നിങ്ങൾ മാന്തു വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ റാബീസ് വാക്സിനേഷനൊക്കെ എടുക്കേണ്ടി വരില്ല. ഇവിടെയാണെങ്കിൽ അത് ഭയങ്കര കോസ്റ്റ്ലിയാണ്. അപ്പോൾ അതിൻ്റെ അടുത്തോട്ട് ഞാൻ പോകാറില്ല. പക്ഷേ അതുങ്ങൾ എൻ്റെ അടുത്തോട്ട് വരാൻ മാക്സിമം പരിശ്രമിക്കാറുണ്ട് കേട്ടോ. അപ്പം വെള്ളം അതുങ്ങൾക്ക് വേണമെന്ന് തോന്നുന്നു. കാരണം ഞാൻ മണി പ്ലാന്റ് നട്ടു വെച്ചിട്ടുണ്ട്, അതൊരു വെള്ളത്തിലാണ്. ആ കുപ്പി മറിച്ചിട്ട് വെള്ളം കുടിക്കാൻ നോക്കുകയൊക്കെ ചെയ്യും കേട്ടോ. പിന്നെ 8 എണ്ണം വരെയൊക്കെ ഒരു സമയത്ത് വരും. പിന്നെ കുറേ എണ്ണം മുറ്റത്ത്, നമ്മളെ പേടിയില്ല, മുറ്റത്ത് വന്നിങ്ങനെ തപസ്സിരിക്കണ പോലെ ഇങ്ങനെ ഇരിക്കും കേട്ടോ. രസമാണ് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ മനുവേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒന്നും കൊടുക്കരുത്, കൊടുത്താൽ പിന്നെ എന്നും ഇവിടെ വരും. പിന്നെ കുരങ്ങന്മാരെ ശല്യമായിരിക്കും, അതുങ്ങൾ എല്ലാം കൂടി ഉപദ്രവിക്കാനൊക്കെ തുടങ്ങും, എല്ലാം കട്ടുകൊണ്ടൊക്കെ പോകും എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഞാൻ നോക്കിയപ്പം ചുറ്റുപാട് കുറേ കുരങ്ങന്മാർ. അതിപ്പോൾ നമ്മളൊന്നും ഉപദ്രവിക്കില്ല എന്ന് കണ്ടിട്ടല്ലേ. കണ്ടോ, എൻ്റെ മണി പ്ലാന്റിൻ്റെ കുപ്പി മറിച്ചിട്ട് അതിലെ വെള്ളം കുടിക്കാൻ നോക്കുക കേട്ടോ. അങ്ങനെയൊക്കെ കാണുമ്പോൾ എനിക്ക് വെള്ളമൊക്കെ കൊടുക്കാൻ തോന്നും കേട്ടോ. കാരണം എൻ്റെ വിചാരം ഇത് ഹനുമാൻ സ്വാമി തന്നെയാണെന്നൊക്കെയാണ് കേട്ടോ. പക്ഷേ നമ്മുടെ ഈ 2025 ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ പേരൊക്കെ എന്നെ ചീത്ത പറയും. പക്ഷേ എനിക്ക് ഭയങ്കര വിശ്വാസമാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു 8-9 പ്രാവശ്യം ഞാൻ ഹനുമാൻ ചാലീസ വായിച്ചിട്ടുണ്ട്. കാരണം അത്രമേ വൃത്തിയും ശുദ്ധിയൊക്കെ ഉള്ളപ്പോഴേ ഞാൻ വായിക്കാറുള്ളൂ. ഇറച്ചി മീനൊന്നും കൂട്ടാണ്ടിരിക്കുമ്പോഴൊക്കെ ഞാൻ വായിക്കാറുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ വായിക്കുമ്പോൾ അന്ന് വരും ഇത്രയും പേര്. അപ്പം ഇതിപ്പോൾ 9 പേരേതാണ്ട് ഉണ്ട് കേട്ടോ. എല്ലാത്തിൻ്റെയും വീഡിയോ കിട്ടുമെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ എല്ലാം കൂടി വന്നിരിക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇവൻ ഇല്ലേ ജൂഹി കുരയ്ക്കുമ്പോഴത്തേക്കും ഇതുങ്ങൾക്കാണെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റാണ് അത് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. കുരയ്ക്കണ പോലെ തന്നെയൊക്കെ ആക്ഷൻ ഇവരും കാണിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അങ്ങനെ നല്ല രസമാണ് ഇതൊക്കെ കണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഇവിടുത്തെ സ്കൈ കണ്ടോ, നല്ല പ്യുവർ സ്കൈ ആണ്. ഞാൻ സത്യം പറഞ്ഞാൽ കുരങ്ങനെ എടുത്തതാണ്, എന്നാൽ പോലും നല്ല സ്കൈ ആണെന്ന് എനിക്ക് തോന്നിയിട്ടോ. പിന്നെ ഇവിടെ ഗ്രീൻ പാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. നൈറോബിയിൽ നിന്ന് ഒത്തിരി അകലെയാണ്, ഭയങ്കര പീസ്ഫുള്ളാണ്. പക്ഷേ നൈറോബിയിലുള്ളവരാരും ഇങ്ങോട്ട് വരാത്ത എന്താണെന്ന് പറഞ്ഞാൽ ഭയങ്കര ദൂരമാണ്, ഇവിടെ ഒന്നും എത്തിപ്പെടാനൊന്നും പറ്റില്ല. പിന്നെ ഇവിടെ അടുത്തൊക്കെ ജോലി ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ അവർക്ക് വന്ന് ജീവിക്കാം. അപ്പോൾ കാറൊക്കെ ഉള്ളവർക്ക് ഇവിടുന്ന് 1.5 കിലോമീറ്ററൊക്കെ പോയാൽ ഒരു കടയൊക്കെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ കാറുള്ളവർക്ക് സുഖമായിട്ട് അങ്ങ് എടുത്തിട്ട് പോകാമല്ലോ. അതൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. കണ്ടോ, ഇപ്പോൾ എന്തോരെണ്ണം വന്നിരിക്കണമെന്ന് നോക്കിക്കേ. ഇതിപ്പോൾ 8 എണ്ണമെങ്കിലും ഉണ്ട്. എൻ്റെ മണി പ്ലാന്റ് ഒക്കെ നട്ടിട്ട് അതിന് കിളുന്ത് വന്നു എന്ന് പറഞ്ഞാൽ അതിനൊക്കെ മുളയൊക്കെ വന്നു, അതൊക്കെ കടിച്ച് തിന്നുവാണ് ഇതേ ഒരുത്തന്നെ ഇരുന്നിട്ട്. അത് തന്നെ നോക്കുക, 1 2 3 4 5. പിന്നെ പൊക്കത്ത് കുറേ എണ്ണങ്ങളുണ്ട് കേട്ടോ. ഞാൻ ആ പൂ പറിക്കല്ലേ എന്ന് പറയുക, കാരണം ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടുണ്ടാക്കി പൂവാ കേട്ടോ. അത് എങ്ങനെ ഉണ്ടാക്കിയെന്നുള്ള വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എന്തായാലും എൻ്റെ വീഡിയോ ഇടാം കേട്ടോ. ജൂഹി ഇവിടെ ഇരുന്ന് ഭയങ്കര കുറയാട്ടോ. അപ്പോൾ അത് കിടന്നൊക്കെ കേൾക്കും ആൾക്കാർ. നമ്മൾ കോക്കറി ചെയ്യണ പോലെയൊക്കെ കാണിക്കാനൊക്കെ അറിയാം. പൊക്കത്തുനിന്ന് കുറേ പേര് നോക്കുന്നു, താഴത്തുനിന്ന് കുറേ പേര് നോക്കുന്നു. എല്ലാം കൂടെ നല്ല രസമുണ്ടായിരുന്നു എന്തായാലും. അപ്പം എൻ്റെ വീഡിയോ കണ്ട് ബോറടിച്ചോ നിങ്ങൾക്ക്? എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.